അപ്പൊ യൂട്യൂബറായിട്ടുള്ള തൊപ്പിനെ അറസ്റ്റ് ചെയ്യാണ്ട് ഇതുവരെ കേരള പോലീസിന് പറ്റിയിട്ടില്ല. 1.5 മാസമായി പുള്ളിക്കാരനെതിരെ കേസ് എടുത്തിട്ട്. അപ്പൊ രമേശ് ചന്ദ്രയുടെ പോലീസ് ഇപ്പോഴും ഇരുട്ടിൽ തപ്പിക്കൊണ്ടിരിക്കുകയെന്നാണ് വാർത്തയിലൊക്കെ കാണാൻ സാധിച്ചത്. അപ്പോ ഈ തൊപ്പിയുടെ ഒപ്പമുള്ള ഒരു മമ്മൂ എന്ന് പറഞ്ഞ പയ്യനെ അന്ന് തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. തൊപ്പി അന്ന് ഒളിവിൽ പോയത്, ഇതുവരെ ഒരു വിവരമില്ല. പിന്നെ തൊപ്പിയുടെ യൂട്യൂബ് ചാനലൊക്കെ പോലീസ് മറ്റേ ബാൻ ചെയ്തിട്ടുണ്ടായി, യൂട്യൂബ് പൂട്ടിയിട്ടുണ്ടായി. പിന്നെന്താ തൊപ്പിക്കെതിരെയുള്ള കേസിനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അശ്ലീല ദൃശ്യങ്ങൾ പങ്കുവച്ചു. ആ പോയിന്റിനോട്ട് കേട്ടോ, അശ്ലീല ദൃശ്യങ്ങൾ പങ്കുവച്ചിട്ടാണ് കേസ്. അപ്പോ ഒരു തൊപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പൊ അറിയാത്തവര് ഭൂരിഭാഗം മലയാളികൾക്ക് അറിയണ്ടായിരിക്കും തൊപ്പിനെ പറ്റി. അറിയാത്തവരുണ്ടെങ്കിൽ പറഞ്ഞുതരാം. പുള്ളിക്കാരൻ ഒരു ലൈവ് സ്ട്രീമറാണ്. അതായത് ലൈവായിട്ട് ഇങ്ങനെ ഓരോ കോപ്രായങ്ങൾ കാണിക്കുക യൂട്യൂബിൽ, ക്യാമറയ്ക്ക് മുമ്പിൽ ഇടുന്നുണ്ട്. ഇങ്ങനെ തുണിലാണ്ട് ഡാൻസ് കളി, തുണിലാണ്ട് ഇന്നർ വയർ ഇട്ടിട്ട് പിന്നെ വൾഗറായിട്ടുള്ള വർത്താനങ്ങൾ പറയാ. പിന്നെ അതായത് തനി കച്ചറ സ്വഭാവം കാട്ടി വ്യൂസ് കിട്ടി പൈസ ഉണ്ടാക്കും. നല്ല പൈസ ഉണ്ടാക്കിയിട്ട് പയ്യൻ പ്രായം തോന്നുന്നു, 10-30 വയസ്സിനടുത്ത് പ്രായം ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ പുള്ളിക്കാരന്റെ ഓഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് ഒരു ടീനേജ് പിള്ളേർ, 18 താഴെയുള്ള ചെറിയ പിള്ളേർ. അപ്പൊ അവന് കൺസേൺ വരുന്നത് അതായത് നമ്മുടെ സൊസൈറ്റിനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് ഇതിന്റെ പ്രശ്നം. അതായത് നമ്മുടെ യുവതലമുറയെ വഴിതെറ്റിയെന്ന് പറഞ്ഞപ്പോ മയക്കുമരുന്നും ഡ്രഗ്സിലേക്കും ഉള്ളൊരു ഇൻഫ്ലുവൻസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ വാർത്തയിൽ അങ്ങനെയും പറയുന്നുണ്ട്. എനിക്ക് തോന്നിയിരിക്കുന്നത് നമ്മുടെ ഒരു യുവതലമുറയുടെ കൾച്ചറിനെ എഫക്ട് ചെയ്യും. അതായത് ഈ തെറി വിളിക്കുന്ന നല്ല പ്രശ്നം. അതായത് തനി കച്ചറ സ്വഭാവം. ഇപ്പൊ വെറുതെ തെറി വിളിക്കേണ്ടി ഇവൻ ചെയ്യണം. അതായത് ഇപ്പൊ ഒന്ന പറഞ്ഞാൽ അത് തെറി വിളിക്കും. ഇപ്പൊ ഞാനാണെങ്കിൽ തെറി വിളിക്കാനുള്ളത് തന്നെ. അതായത് നമ്മൾ അത്രയ്ക്കും ദേഷ്യം വരുമ്പോൾ തെറി വിളിക്കായിരിക്കും, പറഞ്ഞ മനസ്സിലായി. അതിനോട് ഞാൻ വിയോജിപ്പില്ലെങ്കിലും പക്ഷെ അനാവശ്യമായിട്ട് നമ്മുടെ വർത്തമാനത്തിൽ എപ്പോഴും തെറി അല്ലെങ്കിൽ കച്ചറ വർത്തമാനം പറയാ, ആ ഒരു നിലവാരം കീപ്പ് ചെയ്യാൻ പറ്റാണ്ടിരിക്കുക, അതൊക്കെയാണ് ഇവന്റെ ഒരു വ്യൂസ് കിട്ടാനുള്ള ഒരു ടെക്നിക്ക്, പറഞ്ഞ മനസ്സിലായില്ലേ. അപ്പൊ നമ്മളതിലിപ്പോ സ്ക്രോൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇവന്റെ ഇത് വരുമെന്ന് പറഞ്ഞാൽ ഇവൻ സോഷ്യലി നോർമലായിട്ട് ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കില്ലേ, പറഞ്ഞ മനസ്സിലായില്ലേ. ചിലപ്പോ തുണിയിലാണ് ഡാൻസ് കളിക്കുക. അതായത് ഇവൻ പേഴ്സണലി നല്ല ബോധമുള്ളവന്. കാര്യം ഇവനറിയാം ഇങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്താലാണ് ആൾക്കാർ കാണാം, അല്ലെങ്കിൽ ഈ പിള്ളേരെ വലയിലാക്കാൻ പറ്റുന്ന പുള്ളിക്കാരനെ അറിയാം. അത് അവന്റെ ബിസിനസ് ടെക്നിക്ക്. പക്ഷെ നമ്മുടെ കേരളം പോലത്തെ ഒരു നാടിന് അത് വളരെ ദോഷം ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ തൊപ്പിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ. ഒപ്പം തന്നെ എനിക്ക് പറയാനുള്ളതാണ് ദയാ സുജിത്ത്. കുറച്ച് ദിവസം മുമ്പ് കുറച്ച് എയറിലായിരുന്നു പുള്ളിക്കാരുത്തി. നമ്മുടെ മഞ്ജു പിള്ള എന്ന് പറഞ്ഞ നടിയുടെ മോളാണ് ദയാ സുജിത്ത്. അപ്പൊ പുള്ളിക്കാരത്തി എയറിലാവാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് എക്സ്പോസിംഗ് ആയിട്ടുള്ള ഫോട്ടോഷൂട്ട്സ് നടത്തി. അപ്പോ അതിന് വേറൊരു സ്ത്രീ വന്നിട്ട് അതിനെ വിമർശിച്ചു. അപ്പൊ അങ്ങനെ അത് വലിയ സംഭവമായി. അത് കുറച്ച് ദിവസം എയറിലായിരുന്നു പുള്ളിക്കാരത്തി, പറഞ്ഞ മനസ്സിലായി. അപ്പൊ അന്ന് ഞാൻ അതിനെ പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അന്ന് പറഞ്ഞു എനിക്ക് പേഴ്സണലി ദയാ സുജിത്തിന്റെ ഫോട്ടോസിലൊന്നും അത്രയ്ക്കും പ്രശ്നം തോന്നിയില്ല. ഞാനൊരു ആർട്ടായിട്ട് ഇപ്പോ കുറച്ച് ന്യൂഡിറ്റിക്ക് ഒരു ആർട്ടായിട്ട് കാണാൻ പറ്റണം നമുക്ക്. ഇതിനോടും ഡെവലപ്ഡ് ലോകമാണല്ലോ ഇതിനോടും. അപ്പോൾ എനിക്കതിൽ പേഴ്സണലി ആളുടെ വസ്ത്രധാരണത്തിലൊന്നും പ്രശ്നം തോന്നിയിരുന്നില്ല. പക്ഷെ എനിക്ക് ഇഷ്ടമായില്ല. അതായത് പുള്ളി അധികം മാച്ച് ഇല്ല. അതായത് എന്റെ ഒപ്പീനിയൻ ഞാൻ പറഞ്ഞത്. അതായത് വസ്ത്രധാരണത്തിലെ പ്രശ്നമില്ല, പക്ഷെ അത് കാണാൻ വലിയ ഭംഗി ഉണ്ടായിരുന്നു. അതെന്റെ പേഴ്സണൽ ഒപ്പീനിയൻ. അപ്പൊ അന്ന് ഈ പറഞ്ഞ പോലെ ഒരു വിഭാഗം പുള്ളിക്കാരത്തിനെ സപ്പോർട്ട് ചെയ്തു, വേറൊരു വിഭാഗം എതിർത്തിരുന്നു. അപ്പോ അതിന് എതിർക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ജു പിള്ളേനെ ആൾക്കാർ കുറ്റം പറഞ്ഞിരുന്നു. അതായത് ഇങ്ങനെയാണ് മോളെ വളർത്തണേ, ഇങ്ങനത്തെ വസ്ത്രം ഇട്ടിട്ട് എന്ത് ഇൻഫ്ലുവൻസ് ആണ് നമ്മുടെ കേരളത്തിലത്തെ മലയാളി പെൺകുട്ടികൾക്ക് കൊടുക്കണേന്നൊക്കെ ചോദിച്ചിട്ട് ഒരു വിമർശനം ഉണ്ടായിരുന്നു ആൾക്കാരുടെ. അപ്പോ ഇത് രണ്ടുമാണ് എനിക്ക് കമ്പൈൻ ചെയ്തിട്ടാണ് എന്റെ പോയിന്റ് വരാൻ പോകുന്നത്. അതായത് തൊപ്പിയുടെ ഇഷ്യൂയും ഈ ദയാ സുജിത്തിന്റെ ഇഷ്യൂയും. അതായത് ഈ ദയാ സുജിത്തിന്റെ ഇഷ്യൂ വന്നപ്പോൾ അവൾക്ക് നല്ല സപ്പോർട്ടായിട്ട് മഞ്ജു പിള്ള ഒപ്പം ഉണ്ടായിരുന്നു. മഞ്ജു പിള്ള പറഞ്ഞ, അതായത് ഒരു ഇന്റർവ്യൂല് പറയണ്ടായി, മോൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ വിടില്ല അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മഞ്ജു പിള്ള ഭയങ്കര സപ്പോർട്ട്. അതായത് മോൾ എന്ത് ചെയ്താലും ഇപ്പോ നിലവിലെ മോള് പ്രശ്നങ്ങളൊന്നും ചെയ്തിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷെ നമ്മുടെ കേരള സൊസൈറ്റി, നമ്മുടെ കൾച്ചറിൽ വെച്ച് നോക്കുമ്പോൾ വലിയ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. പറഞ്ഞ ഇതിനോട് എക്സ്പോസിംഗ് ആയിട്ടുള്ള ഡ്രസ് ഇട്ട് അല്ലെങ്കിൽ എക്സ്പോസിംഗ് ആയിട്ടുള്ള ഇതിനോടും സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഡ്രസ് ഇട്ട് ഫോട്ടോസ് ഇടുന്നത് നമ്മുടെ ഒരു സദാചാര കേരളത്തിന് യോജിക്കുന്ന സംഭവങ്ങളല്ല, പറഞ്ഞ മനസ്സിലായില്ലേ. അപ്പൊ ഈ ഒരു സമൂഹം തന്നെയാണ് തൊപ്പിനെ വിമർശിക്കുന്നത്. ഇപ്പൊ തൊപ്പിയുടെ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള കേസുകൾ അവിടെ നിൽക്കട്ടെ. അതൊക്കെ എന്ന് പറഞ്ഞാൽ നിയമങ്ങളായിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോ മയക്കുമരുന്ന് ഉപയോഗിച്ചോ അല്ലെങ്കിൽ മറ്റൊന്നും അതൊന്നും നമ്മൾ ഇടപെടാനുള്ള കാര്യം. അതൊക്കെ നിയമം വെച്ചിട്ടുള്ള സംഭവം. അത് ലോ ആൻഡ് ഓർഡർ അല്ലെങ്കിൽ ലോന്റെ കീഴിൽ തെറ്റാണ്. പക്ഷെ നമ്മുടെ സദാചാര പോലീസിങ് അല്ലെങ്കിൽ നമ്മുടെ കേരള കൾച്ചറിന്റെ സമൂഹത്തിന്റെ ഒരു വിമർശനത്തിന് തൊപ്പി ഒരുപാട് നിന്ന് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അതായത് തൊപ്പിയുടെ ഈ പെരുമാറ്റം അല്ലെങ്കിൽ രീതികളും അതൊന്നും ശരിയല്ല വേണ്ട ഒരു വലിയ വിഭാഗം തൊപ്പിയുടെ അഗെയിൻസ്റ്റ് ആയിരുന്നു, പറഞ്ഞ മനസ്സിലായില്ലേ. അപ്പൊ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദയാ സുജിത്ത് ഈ എക്സ്പോസിംഗ് ആയിട്ട് കുറച്ച് ന്യൂഡിറ്റി കാണിച്ച് ഒരു ഇതിട്ടപ്പോൾ ആൾക്കാർ ഒരുപാട് വിമർശിച്ചപ്പോഴും ഒരു ഭയങ്കര സപ്പോർട്ടിന് വന്നു. ഈ സപ്പോർട്ടിന് വന്ന ഈ വിഭാഗം ഒരിക്കലും തൊപ്പിനെ സപ്പോർട്ട് ചെയ്യില്ല. ഇപ്പൊ തൊപ്പി ലൈവ് സ്ട്രീമിംഗിൽ തെറി വിളിക്കലും അതൊക്കെ ചെയ്യുന്നത് നമ്മളൊരു കാര്യം ആലോചിക്കുമ്പോൾ ചില സിനിമകളിൽ തെറി വിളിക്കണല്ലേ. ഒരു ചുള്ളി എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായി, അന്ന് തെറി വിളിച്ചപ്പോ അത് കലയായിരുന്നു, കല. ഇപ്പൊ ലൈവ് സ്ട്രീമിംഗ് എന്ന് പറഞ്ഞ ഒരു തരം ആർട്ട് തന്നെയല്ലേ. അതായത് ഇവന്റെ കഴിവ് പുറത്ത് കാണിക്കുന്നു, വേറെ ആരും ഉപദ്രവിക്കണില്ല, തെറി വിളിക്കണല്ലോ. നമുക്ക് അങ്ങനെയും കാണാൻ പറ്റും, പറഞ്ഞ മനസ്സിലായ. അപ്പോ
ഈ ഞാൻ തമിഴിലിട്ട പോലെ ദയാസുജിത്തിന് കൊടുക്കണ ഒരു സപ്പോർട്ടുള്ള ഒരു അമ്മ പോലത്തെ അമ്മ തൊപ്പിക്കുണ്ടായിരുന്നെങ്കിലോ നല്ല ചോദിക്കുക. അപ്പോ ആ അമ്മേനും ഈ ജനം അറ്റാക്ക് ചെയ്യും. അപ്പൊ ഇതിനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡ്യുവൽ സ്റ്റാൻഡേർഡ്സ് പാടില്ല. ഈ അമ്മയല്ല വിഷയം, ഞാൻ പറഞ്ഞ പോയിന്റ് ആൾക്കാർ മനസ്സിലാക്കുക, അതായത് കണ്ടന്റ് മനസ്സിലാക്കുക. അതായത് ഒരാൾ ചെയ്യുമ്പോൾ, അതായത് ഇപ്പോ ഈ ദയാസുജിത്ത് ആ ഫോട്ടോഷൂട്ടിന് ഇട്ടിരുന്ന ഡ്രസ്സ് എന്ന് പറഞ്ഞത് ഇപ്പോ ഇന്നർ വെയർ പോലത്തെ ഒരു ഇന്നർ വെയർ അല്ലെങ്കിലും ഒരു ഡ്രസ്സ്, അത് ആർട്ടായിട്ട് ആൾക്കാർ കണ്ടു. അപ്പൊ തൊപ്പിയുടെ അങ്ങനത്തെ വരുമ്പോൾ അതിനും ആർട്ടായിട്ട് എന്താ ആൾക്കാർ കാണാൻ പറ്റാത്തത്. ഞാൻ പേഴ്സണലി തൊപ്പിനെ ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യാത്ത ആളാണ്. എനിക്ക് ഒരു താല്പര്യമില്ല അങ്ങനത്തെ കൾച്ചറൽ സംഭവങ്ങൾ. അപ്പോ അവിടെയാണ് ഡ്യുവൽ സ്റ്റാൻഡേർഡ്. ഇപ്പൊ എന്റെ വർത്തമാനത്തിലും വേണമെങ്കിൽ ആ ഡ്യുവൽ സ്റ്റാൻഡേർഡ് നിങ്ങൾ ഇത്തിരി കാണാൻ പറ്റും, പറഞ്ഞ മനസ്സിലായി. അപ്പൊ ആ ഒരു ഡ്യുവൽ സ്റ്റാൻഡേർഡ്സ് എല്ലാവരും ഒരു പരിധി വരെ മാറ്റാൻ ശ്രമിക്കുക. അതായത് നമ്മൾ വിമർശിക്കുമ്പോൾ അത് പുരുഷനായാലും സ്ത്രീ ആയാലും ആരായാലും, വലിയ ആളായാലും ചെറിയ ആളായാലും റിച്ച് ആയാലും പോറായാലും ഒരു പരിധി വരെ വിമർശിക്കുമ്പോൾ എല്ലാവരും ഒരുപോലെ വിമർശിക്കാൻ ശ്രമിക്കുക. ഇപ്പോ തൊപ്പീനെ വിമർശിക്കണ ഒട്ടുമിക്ക മാധ്യമങ്ങളും ഈ ദയാസുജിത്തിനെ വിമർശിക്കണല്ലേ. ദയാസുജിത്തിന്റെ കാര്യം വരുമ്പോ അവിടെ ആൾക്കാർ അത് കല, അത് ആർട്ട്. ഇപ്പൊ തൊപ്പിനെ ന്യായീകരിക്കുന്നതല്ല, ഇവൻ ലൈവ് സ്ട്രീമിൽ നീ കോപ്പറായി കാണിക്കുന്നതിന് വേണമെങ്കിൽ അതിനെ ആർട്ടാക്കി മാറ്റാൻ. ഇപ്പൊ നമ്മൾ പറയുന്നത് ഇപ്പൊ ചില സിനിമകൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ആർട്ട് എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ കോപ്പറായി കാണിക്കില്ല. ഇപ്പൊ ഇന്റർനാഷണൽ ലെവലിൽ എടുത്ത് നോക്കിയാൽ ഓരോ കോപ്പറായി കാണിച്ചിട്ട് അതിന് ആർട്ട് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ കല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. ഇപ്പോ അങ്ങനെ പറയാം. ഇപ്പൊ ഞാൻ ആരും ആക്ഷേപിക്കുന്നില്ല, പക്ഷെ ചില ഈ യൂട്യൂബേഴ്സ് തന്നെ ഈ അസഭ്യം പറയുന്നത് തെറി വിളിക്കണമെന്നൊന്നും ഇല്ലെങ്കിലും ചില കോപ്പറങ്ങൾ ഇത് തന്നെ ഇവരും വ്യൂസ് കയറ്റുന്നത്. ഇപ്പൊ ദയാസുജിത്ത് അവളുടെ യൂട്യൂബ് വീഡിയോ തമ്പനിയെല്ലാം കണ്ടു. അതായത് അവളുടെ ഈ കോൺട്രവേഴ്സി സൃഷ്ടിച്ച ആ ഫോട്ടോഷൂട്ടിന്റെ അത് വെച്ചിട്ട് തമ്പനിയിൽ അവൾ തന്നെ ഒരു വീഡിയോ ഇറക്കണ്. അതായത് അവളും പബ്ലിസിറ്റി തന്നെ ഉദ്ദേശിക്കണ. ഇപ്പൊ തൊപ്പി ഈ കോപ്പറായം കാണിക്കുന്നതും തെറി വിളിക്കുന്നതും അല്ലെങ്കിൽ ഈ ന്യൂഡിറ്റി കാണിക്കണതൊക്കെ ഈ റീച്ചിന് വേണ്ടി അതന്നെയാണ് ദയാസുജിത്തും കാണിക്കുന്നത്. അതിൽ വേറെ വ്യത്യാസമൊന്നുമില്ലേ. എനിക്ക് പേഴ്സണലി ഈ പറഞ്ഞ പോലെ തൊപ്പിയുടെ രീതികൾ ഇഷ്ടമില്ല. കാരണം അത് നമ്മുടെ അത് വേറെ ടോപ്പിക്. യുവതലമുറേനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എന്റെ പ്രശ്നം പറഞ്ഞ മനസ്സിലായില്ലേ. അല്ലാണ്ട് തൊപ്പിക്ക് വേണമെങ്കിൽ അത് കലയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അമേരിക്കയിലെടുത്ത തൊപ്പി അമേരിക്കൻ സിറ്റിസൺ ആണെന്ന് നോക്കി, അമേരിക്കയിലത്തെ ലിബറൽ പാർട്ടി ഇതൊക്കെ അംഗീകരിക്കും. അമേരിക്കയിലെ ഇടതുപക്ഷം ഇതൊക്കെ ഓക്കെയാണ് അവർക്ക് ഇപ്പൊ തൊപ്പി ചെയ്യുന്ന കാര്യങ്ങൾ. അതായത് ഇതുപോലെ ഈ ആണുങ്ങള് തുണിയിലാണ് ഡാൻസ് കളിച്ച അമേരിക്കയിലത്തെ ലിബറൽ പാർട്ടി, അമേരിക്കയിലത്തെ ലെഫ്റ്റില്ലേ അവര് സപ്പോർട്ട് ചെയ്ത് ദയാസുജിത്തിനും സപ്പോർട്ട് ചെയ്യും. അപ്പൊ കേരളത്തിൽ വരുമ്പോ ഇവിടെ ഡബിൾ സ്റ്റാൻഡേർഡ്. അതായത് ദയാസുജിത്തിന്റെ കാര്യം വരുമ്പോൾ ഒരു ചെറിയ വിഭാഗം മാത്രമേ വിമർശിക്കുള്ളൂ. ബാക്കിയുള്ള യൂട്യൂബേഴ്സ് ഒക്കെ ദയാസുജിത്തിന് സപ്പോർട്ടാ, ന്യൂഡിറ്റി ഒന്നും കുഴപ്പമില്ല, അത് ആർട്ടാണെന്ന്. അപ്പോ തൊപ്പിയുടെ കാര്യം അങ്ങനെ ആക്കിക്കൂടെ. അപ്പൊ അതിന് ആ ഒരു ഇരട്ടത്താപ്പ് ആൾക്കാർ തിരിച്ചറിയുക. വിമർശിക്കുമ്പോൾ എല്ലാവരും ഒരുപോലെ വിമർശിക്കാൻ ശ്രമിക്കുക. അതിൽ മതം നോക്കരുത്, ജെൻഡർ നോക്കരുത്, ഒന്നും നോക്കരുത്. നമ്മുടെ കൾച്ചറിന് ദോഷമായിട്ട് തോന്നിക്കഴിഞ്ഞാൽ മാന്യമായിട്ട് വിമർശിക്കുമ്പോൾ അവിടെ പക്ഷഭേദം കാണിക്കാതെ ഒരുപോലെ വിമർശിക്കാൻ ശ്രമിക്കുക.